വെള്ളപ്പൊക്കത്തിന്റെ പിന്നിൽ മലയോര കർഷകരോ? പരിസ്ഥിതിയുടെ മറ പിടിച്ചുകൊണ്ട് നാട്ടിലെ വരൾച്ചയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും ഉത്തരം പറയേണ്ടത് പാവപ്പെട്ട കർഷകർ ആണെന്നാണ് കേരളത്തിലെ പരിസ്ഥിതിവാദികളുടെയും കപട ബുദ്ധിജീവികളുടെയും വാദം. നാട്ടിൽ വരൾച്ച വന്നാലും വെള്ളപ്പൊക്കം വന്നാലും അതിനുത്തരം പറയേണ്ടത് മലയോരങ്ങളിൽ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരാണത്രേ. അതിന് കുടപിടിക്കാൻ ഇവിടുത്തെ ചില മാധ്യമങ്ങളും. കഴിഞ്ഞ ദിവസം കോട്ടയം, ഇടുക്കി ജില്ലകളിലുണ്ടായ ഉരുൾപൊട്ടലിനും വെള്ളപ്പൊക്കത്തിനും കാരണം മലയോരങ്ങളിൽ ജനങ്ങൾ താമസിക്കുന്നതാണ് എന്നാണ് അവരുടെ കണ്ടുപിടുത്തം. സകല തട്ടിപ്പുകൾക്കും ആരാധകരുള്ള കേരളത്തിൽ ഇത്തരം തട്ടിപ്പ് വാദങ്ങളെയും വിശ്വസിക്കാൻ ധാരാളം പേരുണ്ട്. പക്ഷെ വാസ്തവം എന്താണ്? 2018 മഹാപ്രളയം വന്നപ്പോഴും അതിനു കാരണം മലയോര കർഷകരുടെ അതിക്രമങ്ങളാണെന്ന പരിസ്ഥിതി വിദഗ്ധരെന്ന് അവകാശപ്പെടുന്ന ചിലർ പറഞ്ഞിരുന്നു. പ്രകൃതി ദുരന്തങ്ങളുടെ ഉത്തരവാദിത്തം കർഷകരുടെ മാത്രം തലയിൽ കെട്ടിവെക്കുന്നവരുടെ ഗൂഢലക്ഷ്യങ്ങൾ ആർക്കും മനസ്സിലാകുന്നില്ല എന്ന് മാത്രം കരുതരുത്. ഉരുൾപൊട്ടലിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവരുടെ തേങ്ങലുകൾ ഉയർന്നു പൊങ്ങുന്ന നേരത്താണ് കപട പരിസ്ഥിതിവാദികൾ ദുരാരോപണങ്ങളുമായി രംഗത്ത് വന്നത് എന്നതാണ് ഏറ്റവും ക്രൂരം. മലവെള്ളപ്പാച്ചിലിൽ സകല ജീവിത സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ട് വേദന കടിച്ചമർത്തുന്ന എത്രയോ പേരുണ്ട് നമുക്കിടയിൽ. അവരെ നാം ആശ്വസിപ്പിക്കേണ്ട സമയത്താണ് അവർക്കുമേൽ കുറ്റപത്രം ചാർത്താനുള്ള വിചാരണ. ഇതിന് പിന്നിലെ കുടില ബുദ്ധിയും നിക്ഷിപ്ത താല്പര്യങ്ങളും തുറന്നു കാട്ടപ്പെടേണ്ടതാണ്. മലയോരങ്ങളിലെ പാറപൊട്ടിക്കലാണ് ഉരുൾപൊട്ടലിന് കാരണമെന്ന വാദഗതി പലരും ഉയർത്തുന്നുണ്ട്. അതാണ് കാരണമെങ്കിൽ അവിടങ്ങളിൽ പാറപൊട്ടിക്കൽ നിരോധിക്കുകയാണ് വേണ്ടത്. ക്വാറികളാണ് ഉരുൾപൊട്ടൽ ഉണ്ടാക്കുന്നത് എന്ന നഗ്നസത്യം ഇവിടെ ആരും അംഗീകരിക്കാൻ തയ്യാറല്ല, ജിയോളജിസ്റ്റുകൾ വരെ. ശക്തമായ മഴ അല്ലെങ്കിൽ മേഘവിസ്ഫോടനം, ഇതാണ് അവർ പറയുന്ന കാരണം. കരിങ്കല്ല് പൊട്ടിക്കാൻ സ്ഫോടനം നടത്തുമ്പോൾ 10 കിലോമീറ്റർ ചുറ്റളവിൽ ഭൂമിയിൽ കുലുക്കം ഉണ്ടാകുന്നു എന്നാണ് പറയപ്പെടുന്നത്. മണ്ണിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന പാറകൾ പൊട്ടിച്ചെടുക്കുമ്പോൾ മണ്ണിനടിയിൽ നിൽക്കുന്ന പാറകളിലും അതിന്റെ പ്രകമ്പനം ഉണ്ടാകുന്നു. മേൽമണ്ണിൽ നിന്ന് വലിയ തോതിൽ ഇളക്കം തട്ടുകയും മഴ പെയ്യുമ്പോൾ മണ്ണിനടിയിലേക്ക് വെള്ളം പാറയിലേക്ക് കിനിഞ്ഞിറങ്ങുകയും പാറയ്ക്ക് മുകളിലുള്ള മേൽമണ്ണ് ഒന്നാകെ കുത്തനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഊർന്നിറങ്ങുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. പാറ പൊട്ടിക്കുന്നത് കർഷകരല്ല, ക്വാറി മാഫിയയുടെ സ്വാധീനങ്ങൾക്ക് വഴങ്ങിയാണ് പുഴകളിലെ മണൽ വാരൽ നിരോധിച്ചതെന്ന ആരോപണം ഇപ്പോൾ ശക്തമാണ്. മണലും ചെളിയും നിറഞ്ഞ ആഴം കുറഞ്ഞതാണ് പല നദികളിലെയും വെള്ളപ്പൊക്കത്തിന് പ്രധാന കാരണം. നദികളിലെ മണലും ചെളിയും നീക്കി നീരൊഴുക്ക് സുഗമമാക്കണമെന്ന നിർദ്ദേശങ്ങൾ ഉയർന്നെങ്കിലും അത് നടപ്പാക്കാൻ സർക്കാരിന് മടിയാണ്. ക്വാറി മാഫിയകൾക്ക് സർക്കാരിനുള്ള സ്വാധീനം തന്നെ കാരണം. മണൽ വാരലിനെ എതിർക്കുന്ന പരിസ്ഥിതി മൗലികവാദികൾ യഥാർത്ഥത്തിൽ ക്വാറി മാഫിയയെ സഹായിക്കുകയല്ലേ ചെയ്യുന്നത്? എന്നിട്ട് പ്രകൃതി ദുരന്തങ്ങളിൽ മനുഷ്യർ മരിക്കുമ്പോൾ മലയോര നിവാസികളെ ആക്രമിക്കാനായി അവർ പാഞ്ഞെടുക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കി അതിനെ നേരിടാനുള്ള ദീർഘകാല പദ്ധതികൾ തയ്യാറാക്കാൻ ഇനിയെങ്കിലും സർക്കാർ തയ്യാറാകണം. അല്ലാതെ പരിസ്ഥിതി മൗലികവാദികളുടെയും കപട ബുദ്ധിജീവികളുടെയും വായ്ത്താരികൾക്ക് ചെവി കൊടുക്കുകയല്ല വേണ്ടത്. കാലാവസ്ഥാ വിദഗ്ധരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് നടപടികളെടുക്കാൻ ഇനിയെങ്കിലും കേരള സർക്കാർ വിവേകം കാണിക്കുമെന്ന് പ്രതീക്ഷിക്കട്ടെ.